1978 സെപ്റ്റംബർ 7 ലണ്ടനിലെ വാട്ടർലൂ പാലം. പതിവ് പോലെ തിരക്കുള്ള ഒരു പ്രഭാതം. ബൾഗേറിയൻ എഴുത്തുകാരനും BBC ജേർണലിസ്റ്റുമായ ജോർജി മാർക്കോവ് തന്റെ പതിവ് ബസ്സിനായി കാത്തുനിൽക്കുകയായിരുന്നു. പെട്ടെന്നാണ് അത് സംഭവിച്ചത്. ഒരു അപരിചിതൻ അബദ്ധത്തിൽ എന്ന പോലെ മാർക്കോവുമായി ഒന്ന് കൂട്ടിയിടിച്ചു. അയാളുടെ കയ്യിലുണ്ടായിരുന്ന കുടയുടെ അഗ്രം മാർക്കോവിന്റെ വലതു തുടയിൽ ചെറുതായി ഒന്ന് കൊണ്ടു. ഒരു കൊതുക് കുത്തിയതുപോലെ അല്ലെങ്കിൽ ഒരു ചെറിയ സൂചി കൊണ്ടതുപോലെയോ ഒരു വേദന മാർക്കോവിന് അപ്പോൾ അനുഭവപ്പെട്ടു. ആ അപരിചിതൻ മാപ്പ് പറഞ്ഞ് തന്റെ കുട നിലത്തുനിന്ന് എടുത്ത് തിടുക്കത്തിൽ നടന്നു. മാർക്കോവ് അതത്ര കാര്യമാക്കിയില്ല. അന്ന് വൈകുന്നേരത്തോടെ മാർക്കോവിന് കലശലായ പനി ബാധിച്ചു. അദ്ദേഹത്തെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഡോക്ടർമാർക്ക് അദ്ദേഹത്തിന്റെ അസുഖം എന്താണെന്ന് നിർണ്ണയിക്കാൻ കഴിയുന്നില്ല. 4 ദിവസത്തിന് ശേഷം സെപ്റ്റംബർ 11 ജോർജി മാർക്കോവ് മരണത്തിന് കീഴടങ്ങി. മൃതദേഹ പരിശോധനയിലാണ് ഞെട്ടിക്കുന്ന സത്യം പുറത്തു വന്നത്. മാർക്കോവിന്റെ തുടയിൽ നിന്ന് ഒരു മുട്ടുസൂചിയുടെ തലപ്പിനോളം മാത്രം വലിപ്പമുള്ള ഒരു ചെറിയ ഗോളം, ഒരു പെല്ലറ്റ് കണ്ടെടുത്തു. പ്ലാറ്റിനം ഇറീഡിയം ലോഹ സങ്കരം കൊണ്ട് നിർമ്മിച്ച ആ ഗോളത്തിനുള്ളിൽ അതിമാരകമായ ഒരു വിഷം നിറച്ചിരുന്നു, റൈസിൻ. ബൾഗേറിയൻ കമ്മ്യൂണിസ്റ്റ് ഭരണകൂടത്തിന്റെ കടുത്ത വിമർശകനായിരുന്നു മേൽപ്പറഞ്ഞ മാർക്കോവ്. അദ്ദേഹത്തെ നിശബ്ദനാക്കാൻ ബൾഗേറിയൻ രഹസ്യ പോലീസ്, സോവിയറ്റ് യൂണിയന്റെ കുപ്രസിദ്ധമായ KGBയും സംയുക്തമായി നടത്തിയ ഓപ്പറേഷൻ ആയിരുന്നു അത്. KGBയുടെ നിഗൂഢമായ ലബോറട്ടറി നമ്പർ 12 നിർമ്മിച്ചെടുത്ത വിഷം നിറച്ച പെല്ലറ്റ് വെടിയുണ്ട പോലെ തൊടുക്കാൻ ശേഷിയുള്ള ഒരു പ്രത്യേകതരം കുട ഉപയോഗിച്ചായിരുന്നു ആ കൊലപാതകം. ജോർജി മാർക്കോവിനെ കൊലപ്പെടുത്തിയ മാരക വിഷമാണ് റൈസിൻ. ഇത് നിർമ്മിക്കുന്നത് എങ്ങനെയാണെന്നറിയാമോ? നമ്മുടെയൊക്കെ നാട്ടിൽ സുലഭമായി നമ്മൾ കാണാറുള്ള ആവണക്ക് എന്ന ചെടിയുടെ കുരുവിൽ നിന്നാണ് ഇത് നിർമ്മിക്കുന്നത്. പക്ഷെ ഒരു പ്രധാന വ്യത്യാസമുണ്ട്. നമ്മൾ ഉപയോഗിക്കുന്ന ആവണക്കെണ്ണയിൽ റൈസിൻ ഇല്ല. അത് സുരക്ഷിതമാണ്. മറിച്ച് ആവണക്കിൻ കുരു എണ്ണയ്ക്കായി പിഴിഞ്ഞെടുക്കുമ്പോൾ ലഭിക്കുന്ന മാഷ് എന്ന പേരിൽ അറിയപ്പെടുന്ന വേസ്റ്റിലാണ് ഈ ഭീകരവിഷം അടങ്ങിയിരിക്കുന്നത്. എന്തുകൊണ്ടാണ് റൈസിൻ ഇത്ര ഭീകരമാകുന്നതെന്നോ? അതിന്റെ ഘടന ഒരു താക്കോലും പൂട്ടും പോലെയാണ്. റൈസിൻ തന്മാത്രയ്ക്ക് 2 ഭാഗങ്ങളുണ്ട്. ഇതല്പം ശ്രദ്ധിച്ച് കേൾക്കേണ്ടത് ആവശ്യമാണ്. ഒറ്റയടിക്ക് മനസ്സിലായെന്ന് വരില്ല. ഈ തന്മാത്രയിൽ ഒരു B ചെയിനും ഒരു A ചെയിനും ഉണ്ട്. ഈ B ചെയിൻ നമ്മളുടെ ശരീരകോശങ്ങളുടെ പുറത്തൊരു താക്കോൽ പോലെ പറ്റിപ്പിടിക്കും. ഇത് കോശത്തെ കബളിപ്പിച്ച് വിഷതന്മാത്രയെ അകത്തേക്ക് പ്രവേശിപ്പിക്കാൻ പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കും. അകത്ത് കടന്നു കഴിഞ്ഞാൽ A ചെയിൻ എന്ന കൊലയാളി സ്വതന്ത്രനായി. അത് കോശത്തിന്റെ ഫാക്ടറി അഥവാ എഞ്ചിനായ റൈബോസോമുകളെ കണ്ടെത്തി നശിപ്പിച്ചു കളയും. പ്രോട്ടീൻ നിർമ്മിക്കാൻ കഴിയാതെ നമ്മുടെ ശരീരത്തിലെ കോശങ്ങൾ ഓരോന്നോരോന്നായി മരിക്കുന്നു. ഇതൊടുവിൽ ഓർഗൻ ഫെയിലിയറിലേക്കും 36 മുതൽ 72 മണിക്കൂറിനുള്ളിൽ മരണത്തിലേക്കും നയിക്കുന്നു. ശ്വസിക്കുകയോ കുത്തിവെക്കുകയോ അല്ലെങ്കിൽ കഴിക്കുകയോ ചെയ്താൽ റൈസിൻ വളരെ മാരകമാണ്. പക്ഷേ ഏറ്റവും ഭയപ്പെടുത്തുന്ന സത്യം ഇതാണ്: റൈസിന് കൃത്യമായൊരു മറുമരുന്ന് ഇന്നുവരെ ശാസ്ത്രലോകം വികസിപ്പിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് ഓർഗനൈസേഷൻ ഫോർ ദ പ്രൊഹിബിഷൻ ഓഫ് കെമിക്കൽ വെപ്പൺസ് ഇതിനെ സാരിൻ, മസ്റ്റാർഡ് ഗ്യാസ് എന്നിവയ്ക്കൊപ്പം ഷെഡ്യൂൾ 1 രാസായുധമായി തരംതിരിച്ചിരിക്കുന്നത്. ഇനി നമ്മുടെ രാജ്യത്ത് ഇത് ഉപയോഗിച്ച് നടത്തിയ ഒരു ആക്രമണ ശ്രമത്തെക്കുറിച്ച് പറയാം. ഇന്ത്യൻ കേസ് ഫയൽ ഗുജറാത്ത് ATS ഓപ്പറേഷൻ. ഈ മാരകമായ ജൈവായുധമാണ് അടുത്തിടെ ഇന്ത്യയിൽ നിർമ്മിക്കാൻ ഒരു സംഘം ശ്രമിച്ചത്. ഗുജറാത്ത് ഭീകരവിരുദ്ധ സ്ക്വാഡ് നടത്തിയ നിർണായകരമായ ഒരു ഓപ്പറേഷനിലാണ് ഈ ഭീകര പദ്ധതി തകർന്നത്. ഹൈദരാബാദ് സ്വദേശിയായ ഡോക്ടർ അഹമ്മദ് മുഹിയുദ്ദീൻ സയ്യിദ്, ഉത്തർപ്രദേശ് സ്വദേശികളായ മുഹമ്മദ് സുഹൈൽ, ആസാദ് സുലൈമാൻ എന്നിവരാണ് ഇതിൽ അറസ്റ്റിലായത്. ATSന്റെ ചോദ്യം ചെയ്യലിൽ അവർ റൈസിൻ നിർമ്മിക്കാൻ ശ്രമിക്കുകയായിരുന്നുവെന്ന് സമ്മതിച്ചു. ലഖ്നൌവിലെ RSS ഓഫീസ്, ഡൽഹിയിലെ ആസാദ്പൂർ കാർഷിക മാർക്കറ്റ്, അഹമ്മദാബാദിലെ നരോദ ഫ്രൂട്ട് മാർക്കറ്റ് എന്നിവിടങ്ങളിൽ ഭീകരാക്രമണത്തിനായി ഇവർ നിരീക്ഷണം അഥവാ റെഖി നടത്തി എന്നും ATS വൃത്തങ്ങൾ സ്ഥിരീകരിച്ചു. അന്വേഷണം റൈസിനിൽ മാത്രം ഒതുങ്ങിയില്ല. റൈസിന് പുറമെ മാരകവിഷമായ സൈനൈഡ് ഉപയോഗിച്ചുള്ള ഒരു വിഷപ്രയോഗത്തിനും ഡോക്ടർ സയ്യിദ് പദ്ധതിയിട്ടിരുന്നതായി പോലീസ് കണ്ടെത്തി. ഇത് കാണിക്കുന്നത് ഒരു പോളി പോയിസണർ അഥവാ ഒന്നിലധികം വിഷങ്ങൾ ആയുധമാക്കാൻ കഴിവുള്ള ഒരു ഭീകര സെല്ലിനെയാണ്. ഗുജറാത്ത് ATSന്റെ ഇടപെടൽ എത്രത്തോളം വലുതായിരുന്നു എന്ന് മനസ്സിലാക്കാൻ 2018 ജർമ്മനിയിലേക്ക് പോകണം. ജർമ്മനിയിലെ കൊളോണിൽ സീഫ് അള്ള H എന്ന ISIS ഭീകരൻ തന്റെ ചെറിയ അപ്പാർട്ട്മെന്റിൽ വെച്ച് ഓൺലൈൻ നോക്കി പഠിച്ച് റൈസിൻ വിജയകരമായി നിർമ്മിച്ചു. ഒരു ബോംബിൽ ഈ റൈസിൻ നിറച്ച് ഒരു പൊതുസ്ഥലത്ത് പൊട്ടിത്തെറിപ്പിച്ച് കൂട്ടക്കൊല നടത്താനായിരുന്നു ഇയാളുടെ പ്ലാൻ. ഇയാൾ ഓൺലൈനിൽ ആവണക്കിൻ കുരു വാങ്ങിയത് നിരീക്ഷിച്ച അമേരിക്കൻ ചാര സംഘടനയായ CIA നിർണായക വിവരത്തെ തുടർന്നാണ് ജർമ്മൻ പോലീസ് അയാളെ അറസ്റ്റ് ചെയ്തത്. ഗുജറാത്തിൽ സംഭവിച്ചതുപോലെ അവിടെയും ഒരു വൻ ദുരന്തം ഒഴിവായത് രഹസ്യാന്വേഷണ ഏജൻസികളുടെ മികവ് ഒന്നുകൊണ്ട് മാത്രമാണ്. പ്രിയമുള്ളവരെ, ഈ അറിവ് എന്ന് പറയുന്നത് വലിയൊരു ആയുധമാണ്. എന്നാൽ ആ അറിവ് തന്നെ നമ്മുടെ അന്തകനായാലോ? ജോർജി മാർക്കോവിന്റെ കൊലപാതകം മുതൽ ഗുജറാത്തിലെ അറസ്റ്റ് വരെ ഒരു കാര്യം വ്യക്തമാണ്:
റൈസിൻ ഭീഷണിയുടെ ഏറ്റവും വലിയ ഭീകരത അതിന്റെ ലഭ്യതയാണ്. കാരണം ഈ ആവണക്കെന്ന് പറയുന്ന ആ സസ്യമുണ്ടല്ലോ, ലോകത്തെല്ലായിടത്തും വളരുന്നു. പക്ഷേ യഥാർത്ഥ ആയുധം ആവണക്കിൻ കുരു അല്ല, മറിച്ച് അത് എങ്ങനെ മാരക വിഷമാക്കി മാറ്റാം എന്ന മനുഷ്യന്റെ അറിവാണ്. ആ അറിവ് ഇന്ന് ഇന്റർനെറ്റിലൂടെയും ഭീകര സംഘടനകളുടെ ഹാൻഡിലർമാരിലൂടെയും എളുപ്പത്തിൽ ലഭ്യമാകുന്നു. ഗുജറാത്ത് കേസിൽ ഭീകരർ ആ മാരക വിഷം പൂർണ്ണമായി നിർമ്മിക്കുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ രഹസ്യാന്വേഷണ ഏജൻസികൾ അവരെ പിടികൂടി. ഇന്ത്യയിൽ നടക്കാമായിരുന്ന ഒരു വലിയ ദുരന്തമാണ് അതിലൂടെ ഒഴിവായത്. പക്ഷേ ഈ സംഭവം ഒരു വലിയ ഓർമ്മപ്പെടുത്തലാണ്. അറിവൊരു ആയുധമാകുമ്പോൾ അതിനെ പ്രതിരോധിക്കാൻ നിരന്തരമായ നിരീക്ഷണവും കൂടിയേ തീരൂ. ഭീകരവാദികൾ ഉറങ്ങുന്നില്ല. നാം സുഖമായി കിടന്നുറങ്ങുമ്പോഴും അവർ നിരപരാധികളുടെ നാശത്തിനായുള്ള ഭീകര പദ്ധതികൾക്ക് പ്ലാൻ ചെയ്യുകയായിരിക്കും. അതാണ് ഇന്നലെ നമ്മുടെ രാജ്യ തലസ്ഥാനത്ത് നടന്ന സ്ഫോടനം. സമാധാനപൂർണ്ണമായുള്ള ജീവിതം എന്നതൊരു മരീചികയായി മാറുന്നു. നമുക്ക് നമ്മുടെ കണ്ണും കാതും തുറന്നു വെക്കാം. ഇത്തരം വളരെ ഇൻഫോർമേറ്റീവ് വാർത്തകൾ നിങ്ങളിൽ എത്തിക്കുന്ന ഈ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ദി ടൈം മീഡിയ എന്ന ഈ യൂട്യൂബ് ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. ലൈക്കും ഷെയറും നൽകി മറ്റുള്ളവരിലേക്ക് ഇത് എത്തിക്കുകയും ചെയ്യുക. മറ്റൊരു പ്രധാനപ്പെട്ട വിഷയവുമായി വീണ്ടും കാണുന്നതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.